1950 ഭരണഘടനാ നിർമ്മാണ സമിതി ഈ ഗാനം ദേശീയ ഗാനമായി പരിഗണിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ജനഗണമന ദേശീയ ഗാനമാക്കുകയും ചെയ്തു. എങ്കിലും ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം ദേശീയ ഗീതമായി പരിഗണിച്ചു, അംഗീകരിച്ചു. യാഥാർത്ഥ്യബോധമുള്ളവർ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ഈ ഗാനത്തിൻ്റെ 2 ചരണങ്ങൾ മാത്രം ദേശീയ ഗീതമായി അംഗീകരിച്ച് ബാക്കി ഭാഗം തള്ളിക്കളഞ്ഞു? അവർക്ക് വിവരമുള്ളത് കൊണ്ട്. ഇത് ദേശഭക്തി ഗാനമല്ലെന്നും ഒരു മതേതര ജനാധിപത്യ രാജ്യത്തിൻ്റെ ദേശീയ ഗീതമാകാൻ യോഗ്യമല്ലാത്ത ഒരു മതഭക്തി ഗാനമാണ്, ഹൈന്ദവ ഭക്തി ഗാനമാണ്, ദേവീസ്തുതി ഗാനമാണ് എന്നതിനാൽ അവർ തള്ളിക്കളഞ്ഞെങ്കിൽ ഇന്ന് സംഘപരിവാറും BJP ഗവൺമെൻറ്റും ഇതിൻ്റെ എല്ലാ ചരണങ്ങളും ആലപിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നതും നിയമത്തിൻ്റെ കുരുക്കിലാക്കിയിരിക്കുന്നതും ദുഷ്ടലാക്കോടെയാണ്, ദുരുദ്ദേശത്തോടെയാണെന്ന് തിരിച്ചറിയണം. 3 ദേവിമാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്ന ഒരു ഗാനം അന്യമതസ്ഥർക്ക് അസ്വീകാര്യമായിരിക്കും എന്നതിനാൽ അവരുടെ ഹൃദയം മുറിപ്പെടുത്താതിരിക്കാൻ ഭരണഘടനാ ശില്പികൾ ശ്രമിച്ചപ്പോൾ അത് മനസ്സിലാക്കി ഇന്നത്തെ ഗവൺമെൻറ്റും ആദ്യ ചരണങ്ങൾ മാത്രമേ പാടാൻ അനുവദിക്കാവൂ എന്നല്ലേ നിർബന്ധം പിടിക്കേണ്ടത്? അപ്പോൾ മതേതരത്വവും ജനാധിപത്യവും കശാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഏകാധിപത്യം നടപ്പിലാക്കാൻ, മതാധിപത്യം നടപ്പിലാക്കാനുള്ള നിഗൂഢ ശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഇത് വലിയ കുടുക്കും കണിയുമായി മാറുന്നുണ്ട്. അത് പാടുന്നത് ശല്യപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ അത് കുറ്റകരമായ പ്രവൃത്തിയെ കാണുന്നു എന്നത് വലിയ കുടുക്കും കെണിയുമായി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പള്ളിക്കകത്തോ പള്ളി വക സ്ഥാപനങ്ങളിലോ എന്തെങ്കിലും ആഘോഷത്തിൻ്റെ ഭാഗമായി വന്ദേമാതരം ആരെങ്കിലും പാടുന്നു കേൾക്കുമ്പോൾ പുരോഹിതനോ മെത്രാനോ അരുത്, അത് പാടണ്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ആ പുരോഹിതനോ മെത്രാനോ ജയിലിൽ കിടക്കേണ്ട തെറ്റാണ് ചെയ്യുന്നത്. ഈ നിയമത്തിൻ്റെ പരിധി വെച്ച് ക്രൈസ്തവരെ വേട്ടയാടണമെന്ന് തീരുമാനിച്ചാൽ ഏത് സർക്കാരിനും വേട്ടയാടാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ നിയമം കൊണ്ടുവന്ന് നമ്മളെ കുരുക്കലാക്കിയിരിക്കുകയാണ്. ക്രൈസ്തവരെ എന്ന് മാത്രമല്ല ഇതര മതസ്ഥരെയൊക്കെ കുരുക്കലാക്കിയിരിക്കുകയാണ്.